അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ കണ്ണടച്ച ഭക്തിയോടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ നാഥനും രക്ഷകരമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂഖണ്ഡാന്തരങ്ങളിൽ കർത്താവെ, ഇപ്പോഴ് നമ്മ ശിരസ്കാരായി നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവെ നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ, കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവെ, ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ആവശ്യിക്കേണ്ട ഈശോയെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വ്യാപാര വ്യവസായ സംരംഭങ്ങളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ സാമ്പത്തിക മേഖലകളുടെ മേൽ, അതിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ. നീ വിടുതൽ പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യം പറയാനും സമാശ്വാസത്തെ ജീവിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവെ, രോഗികളുടെ മേലെ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾ മാസങ്ങളായി കിടന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഈശോയെ. അതുകൊണ്ട് കർത്താവ് എങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ. ക്രിസ്മസ് വരെ തള്ളി നിൽക്കട്ടെ, എങ്ങനെയെങ്കിലും ആവതില്ലെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നെടുവിൽപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ദർശിക്കണം. കർത്താവെ, നിൻ്റെ വചനത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ സന്ദർശനമാണ്. ദൈവമേ, എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ലെന്നൊക്കെ നീ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിൻ്റെ ജോലി തന്നെ മനുഷ്യരെ സന്ദർശിക്കുകയാണ്. അവരായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഒരു കുഞ്ഞാട് കർത്താവ് അത് കുരുക്കിൽപ്പെട്ട് കിടന്നപ്പോഴേ നീ അതിനെ സന്ദർശിക്കേണ്ട ചെയ്യുന്നത്. അങ്ങനെയാണ് 99 കഥ നീ പറയണത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചതിനേക്കാൾ അനുതാപം ആവശ്യമുള്ള ഒരു കുഞ്ഞാടിനെക്കുറിച്ച്, നീതിമാനെക്കുറിച്ച് നീ സ്വർഗം സന്തോഷിക്കുമെങ്കിൽ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവമേ സന്തോഷം വരണമെന്ന് ഞങ്ങൾക്ക് അറിയാം. കർത്താവെ, നീ ഇനിയും സന്ദർശിക്കാനുള്ളവർ അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ട് കർത്താവെ നീ അവരെ സന്ദർശിക്കണമേ.
രോഗികൾ, പീഡിതർ, മനപ്രയാസമുള്ളവർ, തകർന്നു പോയവർ, ജീവിത പങ്കാളികളെ ഇറങ്ങിപ്പോയവർ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളികൾ മരിച്ചു പോയവർ, കർത്താവേ മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോഴും വല്ല ഒറ്റക്ക് ചെന്നിട്ട് തുഴഞ്ഞിട്ട് കയറാതിരിക്കുമ്പോഴും വല്ലാത്ത വിഷമമാണ്. വല്ലപാടും ചത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിഷമത്തിൽ ആൾക്കാരുണ്ട്. കർത്താവ് അവരെല്ലാം നീ സന്ദർശിക്കണേ കർത്താവേ. കർത്താവെ അവർക്ക് ഇപ്പം പലരും എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ എഴുന്നേറ്റതായാലും അത് കിടന്നതായാലും എല്ലാവർക്കും ഒരുപോലെയാണ്. രാത്രി എന്തിനാകുന്നു, എന്തിന് വെളുക്കുന്നു എന്നവർക്കൊരു എത്തും പിടിയില്ലാതെ ഇങ്ങനെ ഇരുണ്ടും വെളുത്തും പോകുന്ന പോലുള്ള മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവെ, അവരെല്ലാം സന്ദർശിക്കണം കർത്താവെ. കർത്താവ് കുഞ്ഞു പിള്ളേർ പോകുന്നുണ്ട് ഈശോയെ, അവരെ ചതിക്കാനിരിക്കുന്നവർക്ക് അവർക്ക് ലഹരി മരുന്നുകൾ കൊടുത്തുകൊണ്ടും കർത്താവ് പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ടും കർത്താവ് വളരെ അങ്ങനെ വളഞ്ഞു കൂടിയിട്ട് അവസാനം ട്രാപ്പിലാക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അപകട മേഖലകൾ ചരിക്കുന്നുണ്ട്. അറിയാതെ ഇങ്ങനെ സ്നേഹം നടിച്ചും പിന്നെ അങ്ങനെ തെറ്റിൽ വീഴുന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഈശോയെ അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒപ്പിടുന്നത് പോലും ഇന്ന് ഏതെങ്കിലും കടലാസ് ഖണ്ഡത്തിൽ മക്കൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ ഓരോ വിഷയവും ആരോട് സംസാരിച്ചാലും ഇന്ന് അനുവാദമില്ലാതെ അവിചാരിതമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വരുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈശോയെ. അവിടെ എല്ലാം സമീപനത്തോടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കർത്താവെ അങ്ങയുടെ മക്കളിൽ നിന്ന് കർത്താവെ നീ പൂർണ്ണമായിട്ടും അവരതിൽ നിന്ന് സംരക്ഷിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവിചാരിതമായ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ആകസ്മികമായ ദുരിതങ്ങൾ, അതെല്ലാത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളെ കൊഴുകയും ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങൾ ഓരോ കാൽപാദങ്ങളിലും കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ ദൗത്യങ്ങൾ, ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ ഇടപെടലുകളെല്ലാം കർത്താവിൻ്റെ നാമം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലികൾ, കർത്താവ് പോയി കണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എല്ലാം കർത്താവ് മറ്റു സ്ഥലത്ത് നിങ്ങളിൽ സമാധാനം ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനു പേരും ദൈവ തീരുമാനവും ദൈവികമായ ശക്തിയും ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങൾ സന്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നയിക്കുക. മക്കളെ, നമ്മൾ ഇന്ന് വീണ്ടും ഒരു വചനം വായിക്കുകയാണ്. സങ്കീർത്തനം 25:4-6, സങ്കീർത്തനം 32:8 തമ്മിൽ ഭയങ്കര പൂരകമായൊരു വചനമാണ്. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കണം, പഞ്ചായത്തിൽ പോയി ചോദിക്കണം, സാറേ വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമെല്ലാം ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമൊന്നുമില്ല, വീട് വെച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ ഉണ്ടെന്ന് പറയും. ഞാൻ ബ്ലോക്കിൽ പോയി ചോദിക്കുകയാണ്, സാറേ കോഴിയും കോഴിക്കോടൊക്കെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും കോഴിയും കോഴിക്കോടൊന്നുമില്ല, പശു വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളത് അപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കിട്ടാൻ എളുപ്പമാണ്. അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം. അതാണ് ദൈവം തരാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്താ കിട്ടണത്? അതായത് കർത്താവേ, ഒന്ന് വായിച്ച മോനെ, കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. ഓക്കെ അല്ലേ? അപ്പൊ ദൈവത്തോട് ചോദിക്കണം എന്താണ്? അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണം. പാതകൾ, അങ്ങയുടെ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങൊരു വിഷയത്തെ സമീപിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ അങ്ങയുടെ മനസ്സിലിരിപ്പ്, നമ്മുടെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു മനസ്സിലിരിപ്പുണ്ടാവുമല്ലോ, അത് എൻ്റെ ദൈവഹിതം, അത് എന്നെ പഠിപ്പിക്കണമേ. അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം അറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയാണ്. എന്താ കാര്യം? സങ്കീർത്തനം 32:8 വായിച്ചു നോക്കിയേ.
ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 എന്താ പറയണത്? ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. എന്തെങ്ങനെയാണ് പരിപാടി? കറക്റ്റല്ലേ? ആ ദൈവം തന്നെ പറയണേ ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8. അതാ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ കാണിച്ചു തരാം. അതല്ലേ സങ്കീർത്തനം ചോദിക്കണത് 25:4. ഞാൻ നടക്കേണ്ട വഴി കർത്താവേ നീ എനിക്ക് കാണിച്ചു തരണം. അപ്പം എന്താണ്? വൈദ്യം കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്. അപ്പോൾ അവ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ആയിരിക്കണം, അതുപോലെ ഇരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. അതായത് ഞങ്ങളെ ഈശോ പറഞ്ഞില്ലേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരം അല്ലാത്ത പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. നിൻ്റെ ആഗ്രഹം ദൈവഹിതപ്രകാരമാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അതിനൊക്കെയാണ് നമ്മൾ പ്രലോഭനം. എന്താണ് പ്രലോഭനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരമല്ലാത്തതെല്ലാം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ലാത്ത വരുന്ന എല്ലാ സംഭവവും നമ്മുടെ ബോഡിയുടേതായിരിക്കും. അതാണ് എൻ്റെ വിഷയം. നമ്മുടെ സർക്ക് മാംസം, അതാണ് മാംസത്തിൻ്റെ ദുരാശ എന്നൊക്കെ പറയും. മാംസത്തിന് എപ്പോഴും ദുരാശകളുണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ പ്രെയർ വേണ്ടി വരണത്, എപ്പോഴും നമുക്ക് സംരക്ഷണ പ്രാർത്ഥന വരുന്നത്. അപ്പം സ്വർഗസ്ഥ പിതാവാണ് ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥന. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ചെല്ലണേ എന്തിനാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കൊണ്ട് പോകും. എന്താ കാര്യം? സ്വർഗസ്ഥനായ പിതാവിൽ അന്നു വേണ്ട ആഹാരമുണ്ട്, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള സംരക്ഷണ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ദൈവഹിതത്തിനോട് യോജിച്ചുകൊണ്ട് അങ്ങ് നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാവുന്ന സങ്കീർത്തനം 32:8 പറയുമ്പോൾ സങ്കീർത്തനം 25:4 പറയും, കർത്താവേ ഞാൻ നടക്കേണ്ട വഴി, അങ്ങയുടെ ഹിതപ്രകാരം നടക്കേണ്ട വഴി അങ്ങനെ ഒഴിവാക്കി തരണമേ. അതെല്ലാം ഈ രണ്ടും കൂടി സമ്മേളിക്കേണ്ട സ്ഥലം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ സങ്കീർത്തനം 32:8 സങ്കീർത്തനം 25:4 കൂടി കൂട്ടിവെച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കാമെങ്കിൽ ഏറ്റവും നല്ലത് സ്വർഗസ്ഥനായ പിതാവ് തന്നെയായിരിക്കും. അതുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതം പുനഃക്രമീകരിക്കാൻ, ആ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതും മറ്റുള്ളവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആശിച്ചു പോയതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉപരി അങ്ങ് ഞങ്ങൾ നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഞങ്ങളെ നീ നടത്തുകയും അങ്ങയുടെ മനസ്സിന് ഞങ്ങൾക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിവേചിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് ചോദിക്കാനും, അങ്ങനെ സ്നേഹത്തിലും ഒരുമിച്ച് വളരാനും, സ്നേഹത്തിൽ വളരാനും, ജീവിതത്തിൽ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാനും, ഞങ്ങൾ സമാധാനത്തിൽ നിലനിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ പേര് ദീപ്തി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പൊള്ളത്തെ ഇടവകയായ തിരുക്കുടുംബ ദേവാലയം ഇടവക അംഗമാണ്. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുവാനുള്ള യോഗ്യത എൻ്റെ അമ്മ മാതാവ് തന്നതിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി സമർപ്പിക്കുന്നു. ഞാനൊരു വിദേശയാത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അത് IELTS ആണ് ആദ്യമായി എന്നെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനമൊക്കെ വളരെ പരിമിതമായൊരു വ്യക്തിയാണ്. കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം IELTS എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. ഞാൻ കോച്ചിങ് ക്ലാസ്സിൽ പോയി വീട്ടിൽ വൈകിട്ട് വന്നിരിക്കുമ്പോഴും എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോഴും ഞാൻ വിഷമിക്കുമായിരുന്നു. ഞാനിത് പഠിക്കേണ്ടയില്ലായിരുന്നു, അത്രയ്ക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. അങ്ങനെ ദിവസവും ഞാൻ വന്നിരിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കുന്ന ഒരു ദിവസം ഞാൻ വീട്ടുമുറ്റത്ത് ഇരിക്കുമ്പോൾ ഒരു രൂപം എൻ്റെ വീട്ടുമുറ്റത്ത് കാണുന്നതായിട്ട് എനിക്ക് അത് തോന്നി. ഞാനങ്ങനെ അത് കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഞാനിരിക്കുന്ന ഈ കസേരയിലൊന്ന് വന്നിരുന്ന് നോക്കൂ, ഞാൻ അവിടെ എന്തെങ്കിലും അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ ഞാനിരുന്ന കസേരയിൽ വന്നിരുന്ന് നോക്കിയപ്പോൾ അവിടെ ഈ പുറകിലിരിക്കുന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപമാണ് അമ്മയ്ക്ക് കാണാൻ സാധിച്ചത്. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞില്ല എന്താണെന്നുള്ളത്, കാരണം അത് അമ്മയ്ക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ രൂപം കണ്ട ഉടനെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം മാതാവിൻ്റെ പടിക്കൽ വന്ന് നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുക്കാവുന്ന നേരം കൊണ്ട് അമ്മ അത് ഒരു തൂവാല കൊണ്ട് തുടക്കുകയാണ് ചെയ്തത്. പിന്നെ അമ്മ കുളിച്ച് നമുക്ക് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അച്ഛനോട് പറയാം,
കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ എനിക്കും എൻ്റെ അമ്മയ്ക്കും കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു അനുഭവം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഞങ്ങൾക്ക് വെമ്പൽ കൊള്ളുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുകയുണ്ടായി ഉടമ്പടി എടുത്ത എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നേരത്ത് ആ രൂപം കണ്ട സ്ഥലത്ത് ഞാൻ എൻ്റെ ഫോണിൽ 1-2 ഫോട്ടോ എടുക്കുകയുണ്ടായി. അതൊരു 6:30-7 മണി സമയമാണ്, കാരണം ആ ഫോട്ടോ ഓൾറെഡി പോയി. പക്ഷേ ഞാൻ ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ അത്ഭുതകരമായ 2 ഫോട്ടോകളാണ് എനിക്ക് പതിഞ്ഞത്. ഞാനിങ്ങോട്ട് കയറി വരുന്ന എൻട്രൻസിൽ ഒരു ഹാളിലിരിക്കുന്ന അമ്മ മാതാവിൻ്റെ ഫോട്ടോയാണ് എൻ്റെ ഫോണിൽ പതിഞ്ഞത്. അത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും 1-2 ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്തു. അവർക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നിയത്, കാരണം കൃപാസനത്തിൽ അവരും വരുന്നവരാണ്. അങ്ങനെ ഞാനന്ന് വന്നിരുന്നെങ്കിലും ഒരു ഉടമ്പടി ഞാൻ എടുത്തില്ല. അന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ വരുന്നതാണ് എപ്പോഴും, കാരണം ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ആഴ്ചയിൽ വരും, മാസങ്ങളിൽ വരും, പക്ഷേ ഞാനൊരു ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ IELTS പ്രിപ്പയർ ചെയ്തു, എക്സാം ഡേറ്റ് എടുത്തു. ജനുവരി 8-ാം തീയതി എക്സാം ആയിരുന്നു. എക്സാം എഴുതി. അത് റീഡിങ്ങിൽ എനിക്ക് സ്കോർ കുറവായി. എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സ്കോറിൽ എനിക്കത് ഫെയിലായിപ്പോയി ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി മാതാവ് ഇവിടെ വരണം, നീ പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഉറപ്പിൽ എൻ്റെ പടിവാതിക്കൽ വന്ന് വിളിച്ചിട്ട് പോയി എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് ജനുവരി 2023 22-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. കാരണം ഞാനെന്ന വ്യക്തി തന്നെ മാറി. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളുമായിരുന്നു ഈ 10 മാസം എന്ന് പറയുന്നത്. കാരണം IELTS എക്സാം മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ 3 മണി നേരത്തും 5 മണി നേരത്തും 2 മണി നേരത്തും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് അരമണിക്കൂർ ചൊല്ലേണ്ട പ്രാർത്ഥന 1-2 മണിക്കൂറോളം പ്രാർത്ഥിച്ച് വചനങ്ങൾ വായിച്ച് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ എക്സാമിനും ഈ വിദേശയാത്രയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഫെബ്രുവരി 11-ാം തീയതി എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഈ അമ്മ മാതാവിൻ്റെ നടയിൽ വന്നിരുന്നു കൊണ്ട് മെസ്സേജ് വന്നെങ്കിലും ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനിവിടെ മാതാവിനെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് ഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെ 9 വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒരു സ്കോറാണ് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. കാരണം അത് അനുഭവിച്ചറിയുന്നവർക്കേ മാതാവിൻ്റെ വലിയ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഇൻ്റർവ്യൂ സെക്ഷനാണ്. അതിലും ഒത്തിരി കടമകളുണ്ടായിരുന്നു. പക്ഷേ മാതാവ് ഭയങ്കര വലിയ അത്ഭുതങ്ങൾ എനിക്ക് ഇൻ്റർവ്യൂവിലും തന്നു. അത് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നിസ്സാരമായി എനിക്കത് വിജയിക്കുവാൻ സാധിച്ചു. കുറച്ച് സമയമെടുത്തുവെങ്കിലും മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പോൾ എനിക്ക് വിസ വന്നു. വിസ വന്നതും ഞാൻ മിക്ക ഞായറാഴ്ചയും ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഇവിടെ വന്ന് ആ ധ്യാനം കൂടുന്നത് ഭയങ്കര ആത്മീയ അനുഭവമാണ്. അത് ഇവിടെ വന്ന് കൂടുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഞാൻ അന്ന് അച്ഛൻ്റെ ഒരു വചനം ഞാൻ കേട്ടിരുന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്, ഒരാമ നിരങ്ങി പോകുമ്പോൾ ഉള്ള ആ ഒരു സമയം, ഒരു മനുഷ്യൻ ആ ആമയും കൊണ്ട് ഓടുമ്പോൾ എന്തോരം വേഗതയുണ്ടോ ആ വേഗതയിലായിരിക്കും ഇനി നിൻ്റെ കാര്യം നടക്കാൻ പോകുന്നതെന്ന്. അത് ഒരു 20 ദിവസം പോലും എടുക്കാതെ എൻ്റെ COSഉം വിസയും തന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. ആ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഈ ഹാളിൽ ഒത്തിരി ഫോട്ടോസും മാതാവിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ അന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയത്തി കൂടി ഉണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, അവൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ ഫെയിലായി. ഞാൻ പറഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു ഡേറ്റ് എടുക്കുക ഇവിടെ നിന്ന് മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി. ഞാനും ചേച്ചി ഒരു ഡേറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഈ സെപ്റ്റംബർ 27 ആ ഡേറ്റ് കിട്ടിയത്. പക്ഷേ അന്ന് ഞാൻ ഓർത്തില്ല മാതാവ് ആ ഡേറ്റ് എനിക്ക് എന്തിനാണ് തന്നതെന്ന്. പക്ഷേ ഈ 27-ാം തീയതി മാതാവിൻ്റെ കയ്യിൽ വിസ, പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്ന് അനുഗ്രഹിച്ചു. അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്നത്. ഇപ്പോൾ ഞാൻ ഒക്ടോബർ 11-ാം തീയതി എനിക്ക് ടിക്കറ്റ് വന്നു. എൻ്റെ വിദേശയാത്ര എൻ്റെ മാതാവിലൂടെ എനിക്ക് സഫലമാക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ മോൾക്ക് ഒരു ചെറിയ പനി വന്നതാണ്. ആ പനി ബ്രെയിനിലോട്ട് വരികയും അത് സ്പ്രെഡായി കഴിഞ്ഞാൽ അവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. ചെറിയൊരു സ്ക്രാച്ച് പോലെ വന്നെങ്കിലും അവൾക്ക് സംസാരിക്കാനുള്ള ശേഷിയും നടക്കുവാനുള്ള ശേഷിയും പകുതിയോളം, ഒരു 3/4 ഭാഗത്തോളം പോയി. അവൾക്ക് ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി.
അങ്ങനെ ഞങ്ങൾ വണ്ടാന ഹോസ്പിറ്റലിൽ ചെന്നു. അവർ പറഞ്ഞു, കുറേ ടെസ്റ്റുകൾ പറഞ്ഞു, MRI, EG, പിന്നെ ബോൺ വാട്ടർ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളാകെ ബുദ്ധിമുട്ടായി. ഞങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് മാതാവ് എന്തേ അങ്ങനെ തന്നു എന്നും പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ മാതാവ്, ഞാൻ അന്ന് അമൃത ഹോസ്പിറ്റലിലോട്ട് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൂടി ആംബുലൻസിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്, ഞാൻ എനിക്കൊന്നും ചെയ്യാനില്ല, മാതാവ് നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് പോയത്. 3-ാമത്തെ ദിവസം അവൾക്ക് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അവൾക്ക് MRI ചെയ്തു, അതിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾക്ക് EG ചെയ്തു, ബോൺ വാട്ടർ എടുത്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഡോക്ടറിൻ്റെ റിസൾട്ടിൽ പറഞ്ഞത് അത് ചെറിയൊരു സ്ക്രാച്ച് മാത്രമാണ്, ഒരു 5 ഇഞ്ചക്ഷൻ കൊണ്ടത് മാറാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ അവൾ 4-ാമത്തെ ദിവസം നടക്കുകയുണ്ടായി. നടന്ന് സംസാരശേഷി അവൾ വീണ്ടെടുത്തു. ആ നിമിഷങ്ങളിലെല്ലാം ജോസഫച്ചൻ്റെ ധ്യാനമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചെവികളിലേക്ക് ഞാൻ ഫോണിലൂടെ വെച്ച് കൊടുത്തത്. അത് കേൾക്കുമ്പോഴും അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഈ പ്രാർത്ഥന അവൾ കാണാറുണ്ട്. എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് ഈ സമയങ്ങളിലെല്ലാം 24 മണിക്കൂറിൽ ഉറക്കം കഴിഞ്ഞതിന് മുമ്പുള്ള ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ബൈബിൾ വായന, പ്രാർത്ഥന, പ്രേക്ഷിത പ്രവർത്തനം, വൃദ്ധസദനത്തിൽ പോവുക. ഞാൻ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഞാൻ ഇവിടെ കാട്ടൂർ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി 2 തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അർത്തിങ്കപ്പള്ളി, അർത്തിങ്കൽ ഹോസ്പിറ്റൽ, ഇവിടെയെല്ലാം ഞാൻ കയറി പ്രേക്ഷിത പ്രവർത്തനവും മാതാവിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫാമിലി ആണെങ്കിലും ഒത്തിരി പേർക്ക് അറിയാം ഞാൻ മാതാവിൻ്റെ കൂടെ നടക്കുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് നിനക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സിന് വിസയുടെ ഇതുപോലത്തെ ഒരു പ്രോബ്ലം വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് മാതാവ് വഴി തെളിയിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ നന്നായി സംസാരിക്കും, അവൾ നന്നായിട്ട് പാട്ട് പാടും, ഇപ്പോൾ നന്നായിട്ട് നടക്കും. ഞാൻ അവളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം. ഒരു നിമിഷവും ദൈവമേ സ്തുതി പാടിടും ഞാൻ, ഒരു ശ്വാസത്തിനും ദൈവമേ ഇന്നാമം പാർത്തിടും ഞാൻ. സ്നേഹമാധുര്യ വാസരിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും, പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. ഒരു നിമിഷവും ദൈവമേ സ്തുതി പാടിടും ഞാൻ, ഒരു ശ്വാസത്തിനും ദൈവമേ ഇന്നാമം പാർത്തിടും ഞാൻ. സ്നേഹമാധുര്യ വാത്സരിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും, പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. അതിനുശേഷം 3-ാമത് എൻ്റെ ഒരു നിയോഗ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തി ആൻറ്റിക്ക് ഒരു ചെറിയ ECG പ്രോബ്ലം ഉണ്ടായിരുന്നു. ECGയിൽ ഒരു ചെറിയ കുഴപ്പം കാണിച്ചു. അങ്ങനെ അതിനുശേഷം എക്കോ എടുക്കാൻ പറഞ്ഞു. ആ എക്കോയിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 3-മതൊരു ടെസ്റ്റ് കൂടി എടുക്കാൻ പറഞ്ഞതിൽ അതിലും ഒരു കോംപ്ലിക്കേഷനാണ് കാണിച്ചത്. ഞങ്ങളപ്പോൾ പരിചയമുള്ള ഒരു ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ ഇത് എന്തെങ്കിലും നമ്മൾ പേടിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആൻറ്റിയെ. അപ്പോൾ ഡോക്ടർ പറയുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ പറയൊന്നും വേണ്ട, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആൻറ്റിയെ കാണാൻ ചെല്ലുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ കാശുരൂപം ആൻറ്റിയുടെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനും ആൻറ്റിയുമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒന്നും സംഭവിക്കുകയില്ല, ആൻറ്റി പോയിക്കോ, ഞാൻ കൃപാസന മാതാവിൻ്റെ കയ്യിൽ ആൻറ്റിയെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ആദ്യം ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റിയപ്പോൾ ECG എടുപ്പിച്ചു. ECG എടുത്തപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ECGയിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. 2-മത് എക്കോ കൂടി ഒന്നെടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ അതിലും ഒരു കുഴപ്പവുമില്ല. 3-മത്തെ ടെസ്റ്റിലും മാതാവിൻ്റെ വലിയ അത്ഭുതത്താൽ ഒരു കുഴപ്പവുമില്ലാതെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ആൻറ്റിക്ക് ഒരു കുഴപ്പവുമില്ല. ഒരു മെഡിസിനും വേണ്ടാതെ ആൻറ്റി അന്ന് രാത്രി തന്നെ ഡിസ്ചാർജായി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് അമ്മകളെ പാടിപ്പിച്ചത്
അവൾക്ക് ആദ്യം സംസാരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത്. സംസാരിക്കുവാൻ, നടക്കുവാൻ. അത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ മാറി എന്നും അതുകൊണ്ട് അതിൻ്റെ ഒരു നന്മയായിട്ടാണ് ആ കുഞ്ഞ് പാട്ട് പാടിയത്. ഒപ്പം ഈ മകൾ പറയുന്നുണ്ട്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. എനിക്ക് ഇങ്ങനൊരു IELTS എന്ന ഒരു കടമ്പ കടക്കുവാനായിട്ട് എൻ്റെ കഴിവിനാൽ പറ്റത്തില്ല എന്ന് പറയുമ്പം, നമ്മൾ ഉടമ്പടിയിൽ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതിൽ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയെന്നാണ് പറയണത്. നമുക്ക് കഴിവുണ്ടായിട്ട് എഴുതി ജയിക്കുമ്പോൾ ഒരു പക്ഷേ അത് ദൈവം തന്നതെന്ന് പറഞ്ഞ് വിശ്വസിക്കുവാനായിട്ട് ഒരു ഭയങ്കര പാടായിരിക്കും. പക്ഷേ ജീവിതത്തിൽ എൻ്റെ മെറിറ്റ് 0 ആണെങ്കിൽ 0 ആണ്, ഇനി നൽകുന്നത് ദൈവം മാത്രമാണ് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, അതിനുവേണ്ടി എന്താണ് ചെയ്തതെന്നുള്ളതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചതായിട്ടും പ്രത്യക്ഷണ പ്രാർത്ഥനയും ഒരുപാട് ബൈബിള് വായിച്ചതായിട്ടും ആരാധന കൂടി പ്രാർത്ഥിച്ചതുമായിട്ടുമൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല, അപ്പം ഇവിടെയുള്ള ഏതോ അടുത്ത അനാഥാലയത്തിലൊക്കെ പോയി, അതായത് ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കാനായിട്ടുള്ളൊരു ശ്രമവും കൂടി ഉണ്ടാകുമ്പം അമ്മ കൂടെ ഉണ്ടെന്ന് അമ്മ തെളിയിക്കുക തന്നെ ചെയ്യും. ഈ മകൾ തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ കാണുവാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മകൾ തന്നെ പറയുന്നുണ്ട്, പ്രത്യക്ഷീകരണം അല്ലെങ്കിൽ അമ്മ ഉടമ്പടി എടുത്ത് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നില്ല എങ്കിലും ഉടമ്പടി എടുത്ത ഒരു കുറേയേറെ പേർക്ക് പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് ഇടപെട്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അടുത്തത് വരുന്നതെന്ന് പോലും സാക്ഷ്യപ്പെടുത്തുന്നു, ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേര് തന്നെ ഇപ്പോൾ അമ്മയെ കണ്ടു. ഇപ്പോൾ ഇതിലൊക്കെ ഇവർ കണ്ടോ ഇല്ലയോ, ഇവർ കണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ ഒന്നും വിധിക്കുവാനും അതിനെയൊന്നും നമുക്ക് വിധിച്ച് ഉത്തരം പറയാനായിട്ട് നമുക്കില്ല. കാരണം ഒരു വ്യക്തിപരമായിട്ടുള്ള വിശ്വാസാനുഭവം പറയണം. ഒരു കാര്യം തീർച്ചയാണ്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അമ്മ ഉണ്ടെന്നുള്ളത് അമ്മ തെളിയിക്കുന്നുണ്ട്. അത് എത്ര ഇപ്പോൾ 10,000-ലധികം സാക്ഷ്യങ്ങൾ നമ്മൾ തന്നെ ഇവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് ഉടമ്പടിയുടെയും പ്രത്യേകതയാണ്. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി ആരാധന കൂടുന്നതും ആരാധന ഒരു അനുഭവമാണെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്ന സാഹചര്യത്തിലൊക്കെയും പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹമുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല, ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ ആ മകൾ പറയുന്നുണ്ട്. കുടുംബത്തിലെ കുറേ പേര് എൻ്റെ അടുക്കൽ വന്ന് പറയും, മാതാവിൻ്റെ കൂടെ നടക്കുന്ന ആളല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഇതും കൂടെ പ്രാർത്ഥിക്കുക എന്ന്. അപ്പം അതിൻ്റെ ഫലമായിട്ടും ഈ അവസാനം പറയുന്ന രോഗസൗഖ്യവും എല്ലാം ജീവിത പങ്കാളിയുമായിട്ട് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയാം. ഇപ്പം ഉടമ്പടി വന്നതിന് ശേഷമുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞങ്ങ് നിർത്തുകയല്ല, നമ്മൾ ഉടൻ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അപ്പം തന്നെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഒരു പാരമ്പര്യത്തിലുള്ളവർക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഒരു പുരോഹിതരെ വിളിക്കുമ്പോൾ അല്ലെ രോഗിലേപനം കൊടുക്കാൻ വിളിക്കുമ്പോൾ അവരുടെ കയ്യിലും ഒരു തൈലം ഉണ്ട്, ഒരു അഭിഷേക തൈലമുണ്ട്. അത് ഇങ്ങനെ വെച്ച് കുരിശ് വരച്ചൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനേക്കാളപ്പുറം നമുക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ഭാഗമുണ്ടെന്നൊക്കെ ഉള്ളൊരു വലിയൊരു വെളിപ്പെടുത്തലും ഈ സാക്ഷ്യത്തിലുണ്ട്. അപ്പം ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ അമ്മ നേരിട്ട് കാണുവാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അമ്മ കൂടെ ഉണ്ടെന്നുള്ള വലിയ അനുഭവങ്ങളുണ്ട്. ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് ദൈവാനുഭവം പകർന്നു കൊടുക്കുവാൻ ഈ മകളെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.